അമേരിക്കൻ പ്രസിഡന്റ് ട്വീറ്റ് ചെയ്യുന്നു, ഞാൻ ഇടപെട്ടൊക്കെ സബൂറാക്കി എന്നാണ്. മലബാറിൽ അങ്ങനെ പറയാ, ഒക്കെ കോംപ്രമൈസ് ആക്കി എന്ന് പറയും. മറ്റേ സിനിമയിൽ പറഞ്ഞ കോംപ്ലിമെന്റ്സ് ആക്കി, എല്ലാം ആക്കി. അതിന് നീ ആരടാ എന്ന് ചോദിക്കാൻ കഴിയണ്ട ഇന്ത്യക്ക്. പണ്ടങ്ങനെ ചോദിച്ചിട്ടുണ്ട്. വിവിധ സന്ദർഭങ്ങളിൽ അമേരിക്ക ഇടപെടാൻ ശ്രമിച്ചപ്പോ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചു ഇന്ത്യ. ലോക സമാധാനം നീണാൾ വാഴട്ടെ എന്ന മുദ്രാവാക്യത്തിന്റെ ആവിർഭാവം രണ്ടാം ലോക യുദ്ധാനന്തരം സോവിയറ്റ് യൂണിയൻ നേടിയ മഹാവിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ജോസഫ് സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള സോവിയറ്റ് യൂണിയൻ നൽകിയ സംഭാവനയാണ് മുദ്രാവാക്യം. ലോക സമാധാനം നീണാൾ വാഴട്ടെ. സമാധാനത്തിന് വേണ്ടിയാണ് നിലയുറപ്പിച്ചത്. സമാധാനമാണ് സ്വപ്നം. വേൾഡ് പീസ് കൗൺസിൽ അക്കാലത്ത് മുൻപോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം സാർവത്രിക നിരായുധീകരണം. ലോകത്തിലെല്ലാ രാജ്യങ്ങളും ആയുധങ്ങൾ ഉപേക്ഷിക്കണം. ശാശ്വത സമാധാനം ഉണ്ടാവണം. രാഷ്ട്രം രാഷ്ട്രത്തെയും മനുഷ്യൻ മനുഷ്യരെയും ചൂഷണം ചെയ്യാത്ത ഒരു ലോകക്രമം ഉണ്ടാവണം. അതാണ് സ്വപ്നം കണ്ടത്, സമാധാനം. അപ്പൊ ചിലർ ചോദിക്കുകയാണ്, ശരി, മറ്റ് ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ യുദ്ധം പറ്റുമല്ലോ. ഇപ്പൊ ഇന്ത്യയും മറ്റ് ഗത്യന്തരമില്ലാതെയായി, അപ്പൊ നമുക്ക് യുദ്ധം ചെയ്തുകൂടെ? ഇതാര് പറയേണ്ടതാണ്? അത് ഇന്ത്യ പറയേണ്ടതാണ്. ഇന്ത്യ ഗവൺമെന്റ്, ഇന്ത്യൻ സൈന്യം പറഞ്ഞോ? ഇല്ല. ഇന്ത്യ ഗവൺമെന്റ് എന്താ പറഞ്ഞത്? ഞങ്ങൾ യുദ്ധത്തിന് പോകുന്നു എന്നല്ല. ഇത് യുദ്ധമല്ല. പിന്നെയോ, തിരഞ്ഞെടുക്കപ്പെട്ട ഭീകരവാദ ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ നിയന്ത്രിതാക്രമണം. ഞങ്ങൾ നടത്തിയത് ഭീകരാക്രമണത്തിനെതിരായ തിരിച്ചടിയാണ്, യുദ്ധമല്ല. അതാ പറയുന്നു. ഇന്ത്യ അത്തരമൊരു ഘട്ടത്തിലെത്തിയിട്ടില്ല എന്ന് ഇന്ത്യ തന്നെയാണ് പറയുന്നത്. പാകിസ്ഥാൻ പറഞ്ഞോ ഞങ്ങളിതാ യുദ്ധം ചെയ്യാൻ പോവാണ്? ഇല്ല. പാകിസ്ഥാൻ അവരുടെ നാട്ടിൽ നടത്തിയ ഇന്ത്യൻ സൈന്യത്തിന്റെ ആ തിരിച്ചടിക്ക് മറുപടി എന്നോണം അവർ ചില സൈനിക നടപടി സ്വീകരിച്ചു, അവിടെ നിൽക്കുകയാണ്. പക്ഷെ ചാനലുകൾ യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധോന്മാദികളായ മനുഷ്യർ യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധം കൂടിയേ കഴിയൂ എന്ന നിലപാടിലേക്ക് അവരെത്തി. എന്താണ് യുദ്ധമെന്നറിയാത്ത ഒരു ജനതയെ യുദ്ധോന്മാദികളാക്കി മാറ്റുകയാണ്. ആ ഉന്മാദം എത്രമാത്രം സമനില തെറ്റി എന്നതിന്റെ തെളിവാണ് ഭരണകൂടത്തിന്റെ നിലപാടുകൾ അനുസരിച്ച് വാർത്താ സമ്മേളനത്തിൽ അത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട ശമ്പളക്കാരനായ ഒരു ഉദ്യോഗസ്ഥൻ, മിസ്ത്രി, അദ്ദേഹത്തിന് നേരെ തെറിയഭിഷേകവും ഭീഷണിയും വന്ന അവസാനം സോഷ്യൽ മീഡിയ കൊണ്ട് പൂട്ടേണ്ടി വന്നു. എന്തിന്? അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥൻ മാത്രം. അദ്ദേഹം തീരുമാനിച്ച യുദ്ധം ചെയ്യാനും പറ്റില്ല, ചെയ്യാതിരിക്കാനും പറ്റില്ല. ഭരണ നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ച് സൈന്യമാണ് നടപടികൾക്ക് നേതൃത്വം കൊടുക്കുക. ഇതൊക്കെ വിശദീകരിക്കാൻ ചുമതലപ്പെട്ട ഒരു സെക്രട്ടറിയാണ് ഒരു ശമ്പളക്കാരനായ ഒരു പാവം ഉദ്യോഗസ്ഥൻ. അയാൾ രാജ്യം വിട്ടുപോകേണ്ട സ്ഥിതിയിലെത്തി നിൽക്കുകയാണ്. സൈനിക നടപടികൾ വിശദീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഒരു വനിതാ ഓഫീസർ, ആ വനിതാ ഓഫീസർക്കെതിരെ ഒരു മന്ത്രി ഇപ്പൊ ശബ്ദമുയർത്തി നിങ്ങൾ കണ്ടില്ലേ? ആ മന്ത്രിയുടെയും സമനില തെറ്റിയിരിക്കുകയാണ്. യുദ്ധം എല്ലാ നന്മകളെയും കവർന്നെടുക്കും. യുദ്ധോന്മാദം മനുഷ്യന്റെ ഉള്ളിലെ എല്ലാ നന്മകളെയും കവർന്നെടുക്കും. മഹാനായ ലെനിൻ ചോദിക്കുന്നുണ്ട്, മാനവരാശിയെ മുച്ചൂടും മുടിക്കുന്ന മഹാദുരിതങ്ങൾ മാത്രം സമ്മാനിക്കുന്ന ഈ യുദ്ധങ്ങൾ എന്തിനു വേണ്ടി എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നാം ലോക യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ലെനിൻ ചോദിക്കുന്ന ചോദ്യമാണ്. അതിനുവേണ്ടി കോടിക്കണക്കിന് പണം വിനിയോഗിക്കുന്ന രാജ്യങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. ആ ചോദ്യം ഇന്ന് അന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രസക്തിയുള്ളതാണ്. എന്തുകൊണ്ട്? ഇന്നൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാലുള്ള സ്ഥിതി എന്താണ്? പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനും രണ്ടും ആണവ രാജ്യങ്ങളാണ്. 945 ശേഷം ഒരാണവായുധ പ്രയോഗം ലോകത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല. ഭൂമിയെ 500 തവണ ചുട്ടുകരിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ ആണവ രാഷ്ട്രങ്ങളുടെ കയ്യിൽ സ്റ്റോക്കുണ്ട് എന്നാണ് കണക്ക്. ഇതിനാണ് 500 വട്ടം ചുട്ടുകരിക്കേണ്ട കാര്യം? ഒറ്റ തവണ ചുട്ടുകരിച്ചാൽ എല്ലാം കഴിഞ്ഞു. ഏത്? ഭൂമി എന്ന ഈ ഗോളത്തിൽ അധിവസിക്കുന്ന സകല ചരാചരങ്ങളും ഭസ്മമായി പോകും. അങ്ങനെ 500 വട്ടം ഭസ്മമാക്കാന്ന്. ഒരു വട്ടം ഭസ്മാക്കിയാൽ പിന്നെ എന്തിനാണ് ബാക്കി 499? അതാണ് യുദ്ധഭ്രാന്ത്. ഉപയോഗിക്കാൻ അല്ലെങ്കിലും ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പൊ 500 തവണ ഭൂമിയെ ചുട്ടുകരിക്കാനുള്ള ആണവായുധങ്ങൾ ഈ ഭൂമുഖത്തുണ്ട് എന്നാണ് പറയുന്നത്. അത് പ്രയോഗിക്കപ്പെട്ടാലോ ആരാണ് അവശേഷിക്കുക? ആരാണ് അവശേഷിക്കുക? ഇന്ത്യയിലും പാകിസ്ഥാനിലും രണ്ടു രാജ്യങ്ങളുടെ കൈവശവും ആണവായുധങ്ങളുണ്ട്. ആണവായുധങ്ങൾ ഉപയോഗിക്കത്തക്ക നിലയിലേക്ക് ഒരു യുദ്ധം വളർന്നു വന്നാൽ ആരാണ് അവശേഷിക്കുക? എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാതിരിക്കുന്നത്? വിശ്രുതനായ ഭൗതിക ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരിക്കൽ പറഞ്ഞു, ഏറ്റവും ചിന്തോദ്ദീപകമായ അദ്ദേഹത്തിന്റെ ഒരു വാചകം ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു മൂന്നാം ലോക യുദ്ധത്തിൽ
ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിക്കപ്പെടും എന്ന് എനിക്കിപ്പോൾ പറയാനാവില്ല. എനിക്കത് പ്രവചിക്കാനേ കഴിയില്ല. പക്ഷെ 4ാം ലോക യുദ്ധത്തിൽ ഏതായുധങ്ങളാണ് പ്രയോഗിക്കപ്പെടുക എന്ന് എനിക്ക് ഉറപ്പായും പ്രവചിക്കാൻ കഴിയും. അത് മറ്റൊന്നും ആയിരിക്കില്ല. അത് കല്ലും കമ്പും ഒക്കെ ആയിരിക്കും. എന്താണ് അതിന്റെ അർത്ഥം? 2 ലോകയുദ്ധങ്ങൾ കണ്ടു. ഇനി 3ാമതൊരു യുദ്ധം അങ്ങനെ ഉണ്ടായാൽ അതിൽ ഉപയോഗിക്കപ്പെടുന്ന ആയുധങ്ങൾ എவ்விധമായിരിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മണ്ഡലങ്ങളിൽ നാം ആർജിച്ച മഹാപുരോഗതിയുടെ ഭാഗമായി ഏറ്റവും അത്യന്താധുനികമായ ആയുധങ്ങൾ നിർമ്മിക്കപ്പെടും. ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങൾ? നിമിഷ നേരം കൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യരെ ഭസ്മമാക്കി കളയാൻ പറ്റുന്ന ആയുധങ്ങൾ. അപ്പൊ ഏത് തരത്തിലുള്ള ആയുധങ്ങളും പ്രയോഗിക്കപ്പെടും. അത് ഏതൊക്കെ തരത്തിലായിരിക്കുമെന്ന് ഒന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഒരു 4ാം ലോക യുദ്ധം ഉണ്ടായാൽ എന്താ കാരണം? 3ാം ലോക യുദ്ധത്തോടെ കഴിഞ്ഞു. മനുഷ്യരാശി അസ്തമിച്ചു. പിന്നെ കോടാനുകോടി വർഷങ്ങൾ ഒരു പക്ഷെ കഴിഞ്ഞ് പുതിയ ജീവബിന്ദുക്കൾ മുളപൊട്ടി അതിൽ നിന്ന് പരിണാമ ചക്രങ്ങൾ പൂർത്തിയായി പുതിയ മനുഷ്യരുണ്ടായി വന്നാൽ അന്നുണ്ടാവുന്ന ഒരു യുദ്ധമായിരിക്കും 4ാം ലോക യുദ്ധം. അത് വളർച്ചയുടെ ഏറ്റവും താഴത്തെ പടിയിൽ നിൽക്കുന്ന മനുഷ്യരെന്ന നിലയിൽ അമ്പും വില്ലും വടിയും കല്ലും ഒക്കെ ഉള്ള യുദ്ധമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നേ ഉള്ളൂ, ഇനി ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അതോടെ മനുഷ്യരാശി അസ്തമിച്ചു പോകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു വൻ ദുരന്തത്തിന്റെ മുന്നിലാണ് ലോകം നിൽക്കുന്നത്. അപ്പോ സമാധാനത്തിന് വേണ്ടി ശബ്ദമുയർത്തുക എന്നത് ഈ മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന്റെ ഏറ്റവും ആദ്യത്തെ മുദ്രാവാക്യമായി മാറുകയാണ്. പിന്നെയും എങ്ങനെയാണ് ഈ യുദ്ധഭ്രമം പൊട്ടിപ്പുറപ്പെടുന്നത്? ആരാണ് യുദ്ധത്തിന് കാത്തിരിക്കുന്നത്? യുദ്ധത്തിൽ ആർക്കാണ് ലാഭം? നാം ഗൗരവതരമായി ചിന്തിക്കേണ്ട, പരിശോധിക്കേണ്ട, പഠിക്കേണ്ട ഒരു കാര്യമാണത്. ലോകത്തിലെ ഏറ്റവും ലാഭമുള്ള കച്ചവടം ഏതാണ് നിങ്ങൾക്കറിയൂ? അത് എണ്ണയുടേതാണോ, ഭക്ഷ്യധാന്യങ്ങളുടേതാണോ, പഴവർഗ്ഗങ്ങളുടേതാണോ, വസ്ത്രങ്ങളുടേതാണോ? ഒന്നുമല്ല, ആയുധം. ലോകത്തിലെ ഏറ്റവും ലാഭമുള്ള ബിസിനസ് ആയുധ വ്യാപാരമാണ്. പടക്കോപ്പുകളുടെ, പോർവിമാനങ്ങളുടെ, അത്യന്താധുനികമായ തോക്കുകളുടെ, ആയുധ സംവിധാനങ്ങളുടെ, പ്രതിരോധ സംവിധാനങ്ങളുടെ ഒക്കെ കച്ചവടമാണ്. അതിന് ഇത്രയാണ് വില എന്നില്ല. പെട്രോളിനും ഡീസലിനും ഒക്കെ ഇന്ത്യയിൽ തോന്നിയ വിലയാണെങ്കിലും ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ ബാരലിന് എത്ര ഒരു ഫിക്സഡ് പ്രൈസ് ഉണ്ട്. എന്നാൽ രാഷ്ട്രങ്ങൾ നിർമ്മിക്കുന്ന ആയുധങ്ങൾക്ക് ആര് വില നിശ്ചയിക്കും? അത് ആയുധ കച്ചവടക്കാരാണ് വില നിശ്ചയിക്കുക. ആരാണ് ലോകത്തിന്റെ ആയുധ കച്ചവടക്കാർ? പല രാജ്യങ്ങളും ആയുധം ഉണ്ടാക്കുന്നുണ്ട്, വിൽക്കുന്നുമുണ്ട്. എന്നാൽ ആഗോള ആയുധ വിപണിയിലെ മൊത്തം കച്ചവടത്തിന്റെ 42% കൈവശപ്പെടുത്തിയിരിക്കുന്നത് ഒരേ ഒരു രാജ്യം. ആ രാജ്യത്തിന്റെ പേരാണ് അമേരിക്ക. അതാണ് ആഗോള ആയുധ കച്ചവടക്കാരന്റെ പേരാണ് അമേരിക്ക. എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്നു, അമേരിക്കൻ ദേശീയ വരുമാനത്തിന്റെ ഗണ്യമായ പങ്കും അവർക്ക് ലഭിക്കുന്നത് ആയുധ കച്ചവടത്തിലൂടെയാണ്. ലോകത്തിൽ പല രാജ്യങ്ങളും നിലനിൽക്കുന്നതിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു രംഗമുണ്ടാവും. ഇന്ത്യ ഇപ്പോഴും അറിയപ്പെടുന്നത് കാർഷിക രാജ്യം എന്നാണ്. എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ജീവിക്കാൻ ആശ്രയിക്കുന്നത് കൃഷിയെയാണ്. അതാണ് നാം കാർഷിക രാജ്യം. ചില മധ്യേഷ്യൻ രാജ്യങ്ങൾ, വെനസ്വല പോലെയുള്ള രാജ്യങ്ങളൊക്കെ അവരുടെ ദേശീയ വരുമാനത്തിന്റെ മുഖ്യ പങ്കും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എണ്ണയിലാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, എണ്ണ കുടിച്ചെടുക്കുന്ന, അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നു. ഇറാനെ കുറിച്ച് പറയാറ് പ്രകൃതിവാതകമാണ് ഇറാന്റെ നട്ടല്. അമേരിക്കയോ ആയുധമാണ്. കൃഷിയല്ല, എണ്ണയല്ല, പ്രകൃതിവാതകമല്ല, വ്യാപാരമല്ല, ആയുധമാണ്. ആയുധം വിറ്റ് ജീവിക്കുന്ന രാജ്യമാണ്. ഏറ്റവും കൂടുതൽ